ഡിന്നറോ ഒന്നും ശരിയായിട്ടില്ലെന്ന് എനിക്കറിയാം. ഇന്നെല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. കറിക്കൊക്കെ എന്തെങ്കിലും കുറവ്? ഒരു കുറവുമില്ല എന്റെ പങ്കജവല്ലി. ആ, എനിക്ക് അത് കേട്ടാ മതി. ആ പിന്നെ വിപിൻ ഡോക്ടറെ, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. അതൊന്ന് വേണ്ട സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ലേ പങ്കജ് ഉദ്ദേശിച്ചത്? അത് തന്നെ. പിന്നെ ഷെയർ ചെയ്യണം. ഓ, ഞാൻ ഏറ്റെന്നേ. പഴം വേണോ? വേണ്ട. എന്റെ യൂട്യൂബ് ചാനലിൽ ഡിഷസ് കാണണം. എന്താ പങ്കജം വലിയ സംസാരം? ഏയ്, ഞാൻ എന്റെ കുറച്ച് പാചക റെസിപ്പീസ് അനുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അടുത്ത തവണ വരുമ്പോഴേ ഒരു പ്രത്യേക തരം പുഡിംഗ് ഉണ്ടാക്കി തരാം കേട്ടോ. ഓ, ആയിക്കോട്ടെ. പങ്കജത്തിന്റെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അച്ഛത് എവിടേക്കാ? ഒന്ന് ഓഫീസ് വരെ പോണം മോളെ. ചിലപ്പോ എസ്റ്റേറ്റിൽ ഒന്ന് പോകേണ്ടി വരും. ചില പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ട്. ശങ്കരി മുത്തശ്ശി ഇവിടെ ഇല്ലല്ലോ, അപ്പൊ അമ്മക്കുട്ടി ഒറ്റയ്ക്കാവില്ലേ? പങ്കജത്തിനെ നിന്റെ അമ്മക്കുട്ടിക്ക് കാവലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തിരിച്ചു വരുന്ന വഴി പറ്റിയ ഞാൻ ശങ്കരി മുത്തശ്ശിയും കൂട്ടിക്കൊണ്ടുവരും. അല്ലെങ്കിൽ നാളെ അവിടുന്ന് ആരെങ്കിലും ഇങ്ങ് കൊണ്ടുവരും. എന്തായാലും ഞാൻ വന്നപ്പോ ഇവിടെ ഇല്ലാത്തതില് ഞാൻ നല്ല പിണക്കത്തിലാന്ന് പറഞ്ഞേക്കെ. എന്നാ ഞങ്ങൾ വേഗം റെഡി ആയിട്ട് വെച്ച ഒന്നിച്ചിറങ്ങാം. അനുക്കുട്ടി അങ്ങ് പോവാണെന്ന് ഓർക്കുമ്പോ എപ്പോ വേണമെങ്കിലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. ഇനിയിപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങിയ പോകുന്ന വഴിക്ക് അനുക്കുട്ടി ഇവിടെ വിട്ടിട്ട് പോ. തിരിച്ച് വൈകിട്ട് പോകുന്ന വഴിക്ക് ഞാൻ പിക്ക് ചെയ്തോളാം. അങ്ങനെ ചെയ്യൂ. അങ്ങനെ ചെയ്യാന്നേ. ചക്കിയുടെ അമ്മക്കുട്ടി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? പരിഹാരമില്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വരണം കേട്ടോ. അമ്മക്കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടാ എനിക്ക് സങ്കടം വരും. അമ്മക്കുട്ടി എപ്പോഴും ചിരിച്ചോണ്ടിരുന്ന അനുക്കുട്ടിക്ക് സന്തോഷായിരിക്കും. ആ, അതാണ്. അതൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോമോളെ. എനിക്ക് സങ്കടമൊന്നുമില്ല. ആ ആന്റണി, മോളും വിപിനും കുതിരപ്പന്തി വീട്ടിലേക്ക് തിരികെ പോയി. ആ, ഞങ്ങൾ ഒന്നിച്ചിറങ്ങിയത്. എന്തായാലും മോളെ കണ്ടപ്പോ സംഗീതയുടെ ജീവൻ തിരിച്ചു കിട്ടി. ആ പിന്നെ ആന്റണി, നമുക്ക് കാണേണ്ട ആളുടെ പേര് നമശിവായം. മധുക്കരയിലെ എന്റെ വേരുകളിലൊന്ന്. അയാളിപ്പോ ഏതോ ഒരു എസ്റ്റേറ്റിന്റെ കാവൽക്കാരനാണ്. ആ ഇപ്പൊ അമ്മക്കുട്ടിയെ കാണണമെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് ചുമ്മാതിരിക്കും. പറയുന്നേ, ഇങ്ങനെ എന്റെ അടുത്ത് നിൽക്കുമ്പോ അമ്മക്കുട്ടിയെ കാണാൻ തോന്നുന്നുണ്ടോന്ന്.
എന്തോന്നയ്യേ? ടീച്ചർ ആന്റിയുടെ കണ്ണിൽ പൊടി പോയി. അത് ഊതി കൊടുക്കായിരുന്നു. ആണോ? ഞാൻ ഊതി തരണോ ടീച്ചർ ആന്റി? ഏയ് വേണ്ട. കേട്ടോ ടീച്ചർ ആന്റി, ഇനി തൊട്ട് ഞാൻ ഡാൻസ് സ്കൂളിൽ പോകുന്നില്ല. അയ്യോ അതെന്താ? ടീച്ചർ ആന്റി ഇവിടെ ഉണ്ടല്ലോ. ടീച്ചർ ആന്റി എന്നെ പഠിപ്പിച്ചാ മതി. അങ്ങനെ അതിനെന്താ, ടീച്ചർ എന്നെ പഠിപ്പിക്കാലോ. എന്നാ ഇപ്പൊ എന്നെ ഒരു സ്റ്റെപ്പ് കാണിച്ചേ. ഇപ്പോഴോ? അതെ, ഇപ്പൊ വേണ്ട, പിന്നെ ഇനി എപ്പോഴും ടീച്ചർ ആന്റി ഇവിടെ തന്നെ അല്ലേ? നിനക്കെന്താടി ഇവിടെ കാര്യം? നീ ശൃംഗാരം കാണാൻ വന്നിക്ക? പാടി ഇങ്ങോട്ട്. എന്താ ചേച്ചി ഇത്? കുന്തം. എന്റെ മോളെ എന്തായാലും 18 തികയും പാടെ കെട്ടിച്ചു വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതിന് കുഞ്ഞാറ്റെ 18 വയസ്സ് തികഞ്ഞ ഉടനെ കെട്ടിച്ചു വിടാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? 18 തികഞ്ഞപ്പോ തന്നെ കല്യാണം വേണമെന്ന് നിർബന്ധം പിടിച്ച ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അവരെയൊക്കെ കണ്ടു വളർന്നിട്ട് ഇനി ഇതെന്താ ചെയ്യാൻ പോണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ എന്റെ കൊച്ചിനെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ. വാടി ഇങ്ങോട്ട്. വന്നിരിക്കുന്നു. അമ്മയെ പറ്റി ഞാനിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ. ചേച്ചി ഏതാണ്ട് അതുപോലെ തന്നെയാ. ഒന്നും കാര്യമാക്കണ്ട. ഇതെല്ലാം മറന്നേക്ക്. എന്നിട്ട് ബിപിൻ ചേട്ടന്റെ ചുമലിലേക്ക് ഇങ്ങനെ തലചായ്ച്ചിരുന്നു. அவனோட கார் ஹைவேல இருந்து பைபாஸ் வரை வந்துட்டு இருக்கு. அவன் வீடு போய் சேரக்கூடாது. அந்த வழியிலே அவனை முடிச்சிடு. அவனோட அந்த உசுர் இல்லாத உடம்போட போட்டோ நான் உனக்கு அமுச்சு விட்ட அந்த வாட்ஸ்அப் நம்பருக்கு எனக்கு அமுச்சு விடு. அத பாக்குறதுக்கு இன்னொருத்த வெயிட் பண்றான். அவன் பொண்டாட்டிய கொலை பண்ணுமா இல்ல தற்கொலை பண்ணிக்கணுமா அது அப்புறம் யோசிக்கலாம். புரிஞ்சுதா உனக்கு? മോളെന്താ പതറി നിൽക്കുന്നത്? ധൈര്യമായിട്ട് നെഞ്ചു പിടിച്ചങ്ങോട്ട് ചെല്ലേ. അതച്ഛാ, ഞാൻ നടത്തിയ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ഇവരറിഞ്ഞു കാണുമല്ലോ. നഴ്സുമാർക്കൊക്കെ അടക്കം പറയാനും കളിയാക്കാനും ഒക്കെ ഒരു കാര്യമായി. എന്റെ മോളെ കളിയാക്കി ചിരിക്കുന്നവരുടെ വായില് പിന്നെ പല്ലുണ്ടാവില്ല. ഇടിച്ചളക്കും ഞാൻ. നിന്നെ പറ്റി എന്തെങ്കിലും അടക്കം പറയുന്നവർക്ക് പിന്നെ നാവും ഉണ്ടാവില്ല. ചവിട്ടി പിഴുതെടുക്കും ഞാൻ. അച്ഛൻ ആരോടും വഴക്കിനൊന്നും പോവണ്ട. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ലോ. നിന്നെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കാൻ വേണ്ടി വന്നതല്ലേ. അല്ലെങ്കിൽ നീ ഭയന്ന് ഒളിച്ചോടിയെന്ന് കരുതും മറ്റുള്ളവര്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കഥകൾ ഉണ്ടാക്കാനാണോ പഞ്ഞം? ആ കഥകളും വ്യാഖ്യാനങ്ങളും നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കണ്ട, മോള് വാ. വാ മോളെ. എന്തായാലും വിപിൻ ഡോക്ടർ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. കല്യാണ ദിവസം പോലീസൊക്കെ വന്നപ്പോ ഞങ്ങൾ അങ്ങ് പേടിച്ചുപോയി. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ രാജി. അതെ, രാജി ഈ കാര്യത്തിൽ അങ്ങ് രാജി അയക്കേ. കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. പോലീസുകാർക്ക് അങ്ങനെ എന്തെല്ലാം കള്ളക്കഥകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വിപിൻ ഡോക്ടർ നമുക്കറിയത്തില്ലേ? അതെ, അത് ശരിയാ. എന്തായാലും വിപിൻ ഡോക്ടറുടെ സെലക്ഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സുന്ദരി കുട്ടി. ഇത്രയും സുന്ദരിയായ കുട്ടി നമുക്കിടയിലില്ല. അപകടത്തിൽപ്പെട്ട് ഈ ആശുപത്രിയിലേക്ക് അനുക്കുട്ടി. അയ്യോ സോറി, അനു വന്നത് തന്നെ വിപിൻ ഡോക്ടറുടെ സ്വന്തമാവാൻ വേണ്ടിയാ. ഡോക്ടർ, ഞാനെന്നാ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. കാഷ്വാലിറ്റിയിൽ തിരക്കുണ്ടായിരിക്കും അല്ലേ രഞ്ജിനി? ആ, എന്തായാലും താൻ ചെല്ല്. മിസ്സിസ് ബിപിൻ വല്ലഭൻ എന്നെ മനസ്സിലായോ? നടു റോഡിൽ ചോരയിൽ കുളിച്ചിടുന്ന നിന്നെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച ആളാ ഡോക്ടർ നീലിമ നടരാജൻ. അയ്യോ, സാറിന്റെ ഒരു സിദ്ധിയെ എങ്ങനെ മനസ്സിലാക്കി? എന്റെ മനസ്സ് വായിച്ചതുപോലെ തന്നെയാ സാറ് പറഞ്ഞത്. പിന്നെ നന്ദൻ സാറേ, ഞാൻ ഇങ്ങോട്ട് ഓട്ടോയിൽ ഇറങ്ങി നടന്നു വരുമ്പോഴേ ഇവിടെ ഡാൻസ് പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് നടന്നു വരുന്നു. എല്ലാരും കൂടെ പിറുവിറുത്തോണ്ട് പോകുന്ന എന്താന്നറിയാമോ? എന്താ? ഇവിടത്തെ ടീച്ചറമ്മയ്ക്ക് എന്തോ കുഴപ്പമാണെന്നോ, ടീച്ചറമ്മയ്ക്ക് പഴയതുപോലെ ഡാൻസ് കളിക്കാൻ പറ്റില്ലെന്നോ, സ്റ്റെപ്പുകളെല്ലാം ടീച്ചറമ്മ മറന്നുപോയെന്നോ. അയ്യോ, എനിക്കൊന്നും കേക്കാൻ മേലേ. അതെ, ഇവിടത്തെ ടീച്ചറമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. ആ പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് പറയുവാ, മനസ്സിന് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാ ഡാൻസ് ഒക്കെ മറന്നുപോയെന്ന്. ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ.
ആവശ്യമില്ലാത്തൊന്നും പറയരുത്. അല്ലെങ്കിൽ ഇതെല്ലാം നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കണം. സംഗീതയ്ക്ക് എന്താ ചക്കി ഇവിടുന്ന് പോയതിന്റെ സങ്കടം അത്രേ ഉള്ളൂ. ഓ എന്ന് വെച്ചാ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടുന്നത് ഇത് ആദ്യമായിട്ടല്ലേ? പങ്കജ അടുക്കളയിലേക്ക് ചെല്ല്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ നിൽക്കരുത്, കേട്ടല്ലോ? അപ്പൊ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഇയാളായിരുന്നു. സംഗീതേ, സംഗീതേ. അത് ശരി, വേഷം പോലും മാറ്റാതെ ഇങ്ങനെ ഇരിക്കുവല്ലേ? ഞാൻ മാറ്റാം. വേണ്ട, മാറ്റണ്ട. ഇതും ഒരു വെറൈറ്റിയാ. എന്താണോ ഇത്? വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ഇപ്പൊ തന്നെ പങ്കജം വന്നപ്പോ പറഞ്ഞ എന്താണെന്ന് അറിയോ? എനിക്ക് കേൾക്കണ്ട നന്ദേട്ടാ. തനിക്ക് കേൾക്കണ്ട, പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ വിഷമിക്കുന്നത് ഞാനാ. ഇനി ഇങ്ങനെ മൂടിക്കുത്തിയിരിക്കാനൊന്നും ഞാൻ തന്നെ സമ്മതിക്കില്ല. നാളെ തൊട്ട് കുട്ടികളോട് ക്ലാസ്സിൽ വരാൻ പറഞ്ഞേക്കണം. താൻ പോയി മര്യാദയ്ക്ക് ക്ലാസ് എടുക്കുകയും വേണം. അത് നന്ദേട്ടാ, അവിടെ നിന്ന് ക്ലാസ് എടുക്കുമ്പോ ചക്കിയെ ഓർമ്മ വരും. മുമ്പിൽ കാണുന്ന ഓരോ കുഞ്ഞുങ്ങളും അവളാണെന്ന് തോന്നും. അന്നേരം അവൾ അടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മയില് എന്റെ കാലുകൾ തളർന്നു പോവാ. മുമ്പിൽ കാണുന്ന ഓരോ കുട്ടിയും സ്വന്തം മകളാണെന്ന് തോന്നണം. അങ്ങനെ വേണം ഒരു അധ്യാപിക. പക്ഷേ ചക്കിയൊപ്പമില്ലെന്ന തോന്നലിൽ കാലുകളൊക്കെ തളരുന്നു എന്ന് പറയുന്നത് നല്ല തല്ലുകൊള്ളാത്തിന്റെ കുഴപ്പാ. മര്യാദയ്ക്ക് വേഷം മാറി താഴേക്ക് വരാൻ നോക്ക്. പങ്കജ അടുക്കളയിൽ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അടുക്കളയിൽ നടക്കുന്നത് പങ്കജത്തിന്റെ പാചകമല്ലല്ലോ, ഭീകരാക്രമണമല്ലേ? എടോ, എനിക്കൊന്ന് പുറത്തു പോകണം. അതിനു മുമ്പ് കടുപ്പത്തിൽ ഒരു കാപ്പി വേണം, ചെറിയൊരു തലവേദന. ഒരു കാര്യം താൻ ഓർത്തോണം, എനിക്ക് താനും തനിക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഇപ്പോ രണ്ടിലൊരാൾ വീണു പോയാ അത് മറ്റേ ആളിന്റെ കൂടെ വീഴ്ച, പരാജയ. ഞാൻ തോൽക്കരുതെന്നുണ്ടെങ്കിൽ താൻ പഴയ സംഗീതയെ എന്റെ കൂടെ നിൽക്കണം. പറഞ്ഞത് കേട്ടോ? നിങ്ങൾ എന്തായി പറയുന്നത്? എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തോ ഇല്ലെന്നുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ. പക്ഷെ ഇപ്പോ ജസ്റ്റിസ് പരമേശ്വരൻ സാറിന്റെ മകനെ കാണാതായ കേസിൽ സംശയത്തിന്റെ പെൻഡുലം കുന്തമുന സാറിന്റെ മകന്റെ നെഞ്ചിന് നേർക്ക. അതിന്റെ ഭാഗമായിട്ട് ഈ വീടിന്റെ പരിസരം ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചിടത്തോളം ഇൻഫർമേഷൻ ജെന്യൂനാണ്. അതുകൊണ്ട് തന്നെ സെർച്ചിന് മുമ്പ് വിപിനെ ഒന്ന് കാണണം. അമ്മയച്ഛൻ ആരെങ്കിലും പോയി വിപിനൊന്ന് വരാൻ പറയണം. യമുനെ, നീ ചെന്ന് ബിപിനോട് വരാൻ പറയും. സാറേ, എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലക്ഷ്മി, തെറ്റ് ചെയ്തോ ഇല്ലയോന്ന് കണ്ടെത്താനാ പോലീസും കോടതിയൊക്കെ. നീ ഇതിൽ ഇടപെടണ്ട. ബിപിൻ വരട്ടെ.
എന്താ സർ രാവിലെ പ്രശ്നം? പോലീസുകാർക്ക് അങ്ങനെ നേരവും കാലമൊന്നും ഇല്ല ഡോക്ടറെ. 24/7 അതാ ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം. പിന്നെ നാട്ടിലെ ഗുണ്ടകൾ കൈയും കാലും വെട്ടി നടുറോട്ടിൽ വലിച്ചെറിയുന്നുണ്ട്. അതൊരു വശം. പക്ഷേ ആ കൂട്ടത്തിൽ ഡോക്ടർ പോലുള്ള മാന്യന്മാരും കൂടെ ചേർന്ന് ഒതുക്കത്തി കൊല്ലും. കൊലയും കുഴിച്ചിടലും തുടങ്ങിയാ പിന്നെ ഞങ്ങൾ ഈ കാക്കിയിട്ടുകൊണ്ട് ഒത്തിരി വിയർക്കേണ്ടി വരും. ഞാൻ ആരെയും കൊന്നിട്ടില്ല. സാർ എന്തൊക്കെയാ പറയുന്നത്? യൂണിഫോം ഇട്ടിട്ടുണ്ടെന്ന് കരുതി എന്തും പറയാനാണോ? ഡോക്ടറെ, വിപിനെ, കാക്കിയിട്ട് കഴിഞ്ഞാൽ എന്റെ നാക്ക് ഇതല്ല. സരസ്വതിയുടെ തിരുവിളയാട്ടവാ. പിന്നെ നിങ്ങളൊരു ഡോക്ടറാണ്. മാത്രമല്ല നാട്ടുകാര് ബഹുമാനിക്കുന്ന ഒരു മാഷിന്റെ വീടായത്. അതൊക്കെ കൊണ്ടാ ഞാൻ ഇത്രയും മര്യാദയ്ക്ക് സംസാരിച്ചത്. അല്ലെങ്കിൽ താനീ പോലീസ് ഭാഷ ഞാനിങ്ങെടുക്കും. നിങ്ങള് കൊന്നോ ഇല്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അതാണല്ലോ എന്റെ പണി. അതിലേക്കുള്ള യാത്രയിൽ ഞാൻ പറയുന്ന പോലെ പറയുന്ന സ്ഥലത്തും സമയത്തും ഡോക്ടർ സഹകരിക്കണം. പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് അസ്. അല്ലെങ്കിൽ ഡോക്ടർ ബുദ്ധിമുട്ടും. ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച അതിന്റെ 4 ഇരട്ടി ഡോക്ടറും ബുദ്ധിമുട്ടും. നീ സാറിനോട് തർക്കുത്തരം പറയാതെ സാറ് ചോദിക്കുന്നതിന് നിനക്ക് അറിയാവുന്ന മറുപടി പറയും. അച്ഛാ, ഞാൻ എന്ത് പറയാനാ? എന്തൊരു കഷ്ടമായത്. മനസ്സറിവില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഒരു വശത്ത് നിന്ന് ഭീഷണി, മറുവശത്ത് നിന്ന് പോലീസ് അന്വേഷണം. ഞാൻ എന്ത് വേണം? ഡോക്ടർ ഒന്നും ചെയ്യണ്ട. ഈ വീടിന്റെ പരിസരം ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യും. ആദ്യം അത് കഴിയട്ടെ. സെർച്ച് കഴിയുമ്പോ തെളിവിന്റേതായ എന്തെങ്കിലും ഒരു അടയാളം ഞങ്ങൾക്ക് കിട്ടിയ പിന്നെ ഞങ്ങൾ ചോദിക്കും. ഡോക്ടർ മണിയായിട്ട് മറുപടി പറയണം. പറഞ്ഞേ പറ്റൂ. ഇപ്പൊ ഡോക്ടർ സ്റ്റേഷനിൽ വരുന്നു. ഞങ്ങൾ ഡോക്ടർക്ക് ഒരു ചെയർ തരുന്നു, ഒരു ചൂട് ചായ തരുന്നു. ഞാൻ 4 ചോദ്യം ചോദിക്കുന്നു. ഡോക്ടർ ഉത്തരം അറിയാമെങ്കിൽ പറയുന്നു. ബാക്കിയൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ജോർജിനോട് വണ്ടി തിരിച്ചിടാൻ പറ. എന്നിട്ട് ഡോക്ടറെ കയറ്റ്. പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാ. ആ സിസ്റ്റർ, പ്ലീസ് മാറിയിക്ക്. മാഷേ, ചില കാര്യങ്ങൾ ചോദിക്കാനുള്ളതുകൊണ്ടാ മകനെ കൊണ്ടുപോകുന്നത്. ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചെത്തിച്ചോളാം. മോൻ നിരപരാധിയാണെങ്കിൽ മാത്രം. കേട്ടല്ലോ? നിരപരാധിയാണെങ്കിൽ മാത്രം. എന്നാ ശരി, പോവാൻ ഡോക്ടറെ. പിടിച്ച് കേട്ടെ. നീ പേടിക്കണ്ട. ചെല്ല, ബാക്കി ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോളാം. പിടിച്ച് കേട്ടെ. കേറ്.
തിരിച്ചു വരാം. മോനെ, വിപിൻ. ആ ഡോക്ടറെ, നമ്മുടെ തറവാടിലെത്തി. ഇറങ്ങ്. എന്തൊരു ഇരിപ്പാടോ ഇത്. ഡോക്ടർക്ക് ഡോറ് തുറന്നു കൊടുക്ക്. വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് ഇറങ്ങട്ടെ. എന്തായാലും പുതുവത്സരത്തിൽ ഡോക്ടർക്ക് ദൈവം നൽകിയ സമ്മാനം കൊള്ളാം. ആദ്യം തന്നെ പോലീസ് സ്റ്റേഷൻ. ആ ഇറങ്ങ്. ഗുഡ് മോർണിംഗ് പരമേശ്വരൻ സാറേ. കേൾക്കുന്നുണ്ട് സാറേ, പറഞ്ഞോ. ഇല്ലില്ല, പുള്ളി അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്.